കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശ് പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ അന്വേഷണം തുടരുന്നു. കേസന്വേഷണവുമായി കേരളത്തിലെത്തിയ അന്വേഷണ സംഘം കൊച്ചിയിൽ തുടരുകയാണ്. പെൺകുട്ടിയുടെയും ഭർത്താവിന്റെയും മൊഴിയെടുക്കും. പെൺകുട്ടിയുടെയും ഫർമാൻ ഖാന്റെയും മൊഴിയെടുക്കുന്നതിന് വേണ്ടിയാണ് മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിലെത്തിയത്. പക്ഷേ ഇരുവരും എവിടെയാണെന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിനിടയിലാണ് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പെൺകുട്ടി കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ പറയുന്നത് മധ്യപ്രദേശ് പോലീസ് കേരളത്തിലെത്തിയത് തന്നെ തിരികെ നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ്. തനിക്ക് അവരോടൊപ്പം പോകാൻ കഴിയില്ല, അതുകൊണ്ട് പോലീസ് സംരക്ഷണം വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ കേരള പോലീസ് ഇതിൽ തുടർ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. കാരണം മധ്യപ്രദേശ് പോലീസിന്റെ കയ്യിലിരിക്കുന്ന രേഖകൾ അനുസരിച്ച് പെൺകുട്ടി പ്രായപൂർത്തിയായിട്ടില്ല. കുടുംബത്തിന്റെ പരാതി അനുസരിച്ച് ഇപ്പോൾ പോക്സോ കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പെൺകുട്ടിയെ തിരികെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കേണ്ടത് കേരള പോലീസിന്റെ ഉത്തരവാദിത്തം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടികളൊന്നും തന്നെ ഇതുവരെയും കേരള പോലീസ് സ്വീകരിച്ചിട്ടില്ല. പക്ഷെ മധ്യപ്രദേശ് പോലീസ് പറയുന്നത് തങ്ങൾ വന്നത് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകാനല്ല, പകരം ഇരുവരുടെയും മൊഴിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ്. എന്നാലും പെൺകുട്ടി എറണാകുളം ജില്ലയിൽ തന്നെയുണ്ട്, പ്രത്യേകിച്ച് കളമശ്ശേരി, ആലുവ ഭാഗങ്ങളിലായിട്ടാണുള്ളത് എന്നൊരു സൂചന കൂടി പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരള പോലീസിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് പെൺകുട്ടിയെയും ഭർത്താവിനെയും പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ തൃക്കാക്കര സ്റ്റേഷനിലെത്തിയ മധ്യപ്രദേശ് പോലീസ് ഈ പെൺകുട്ടിയുടെ ഈ ഫർഹാന്റെ സുഹൃത്തിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിളിപ്പിച്ചിരുന്നു. പക്ഷെ അറസ്റ്റ് ഭയന്ന് സുഹൃത്ത് ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഫർഹാന്റെ ജാമ്യം നൽകിയിട്ടുണ്ട്. ഫർഹാന്റെ അറസ്റ്റ് 20-ാം തീയതി വരെ കോടതി തടഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഫർഹാനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. പകരം ഈ പെൺകുട്ടിയെ കൊണ്ടുപോകാനുള്ള ഒരു ഉദ്ദേശമാണോ മധ്യപ്രദേശ് പോലീസിനുള്ളത് എന്നാണ് സംശയിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.